അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനല്ലേ ഉള്ളത്. ഈ റമളാനിൽ നമുക്ക് വലിയ പ്രതിഫലം നേടാൻ കഴിയും. ഒരു ചെറിയ സുന്നത്തെടുത്താൽ തന്നെ ഫർളിൻ്റെ കൂലി ലഭിക്കുന്ന റമളാൻ മാസത്തിൽ സുന്നത്തുകൾ എടുക്കാൻ വേണ്ടി നാം പരമാവധി ശ്രമിക്കണം. നമ്മളൊക്കെ ധാരാളം സുന്നത്തെടുക്കുന്നവരാണല്ലോ. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ സുന്നത്തെടുക്കാറുണ്ട്. നോമ്പ് ഉടനെ തുറക്കണം എന്നുള്ള ഒരു സുന്നത്തായൊരു നിയമമുണ്ടല്ലോ, അത് നമ്മൾ പാലിക്കാറുണ്ട് എന്നാണ് പലരും പറയുന്നതെങ്കിൽ നോമ്പ് മുറിയാൻ പാടില്ല. നമ്മൾ സുന്നത്ത് കരുതി മുറിയാൻ പാടില്ല. പറ്റുമോ? അത് പറ്റൂലല്ലോ. പലരും സൂര്യാസ്തമയം ഉറപ്പാകുന്നതിൻ്റെ മുമ്പ് തന്നെ നോമ്പ് തുറക്കുകയാണ്. 12 മണിക്കൂർ, 13, 14 മണിക്കൂർ നമ്മൾ വ്രതമനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം ഒറ്റയടിക്ക് നഷ്ടപ്പെടുകയാണ്. കേവലം സെക്കൻഡുകൾ മാത്രം ബാക്കി വെച്ചാൽ നമുക്ക് വിശാലമായൊരു പ്രതിഫലം ലഭിക്കും. സൂര്യ അസ്തമയം ആയി എന്ന് സംശയമുണ്ടാകുമ്പോഴല്ല നോമ്പ് തുറക്കേണ്ടത്. അങ്ങനെ നോമ്പ് തുറക്കൽ ഹറാമുമാണ്, ആ നോമ്പ് ബാത്തിലുമാണ്. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ നോമ്പ് നഷ്ടപ്പെടും. നോമ്പ് ആയിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംശയം പറ്റൂല. ഉറപ്പുണ്ടെങ്കിൽ, നോമ്പ് തുറക്കുന്നത് ഉറപ്പാണെങ്കിലാണ് അവിടെ ഉളരിപ്പിക്കൽ സുന്നത്തുള്ളത്. നമുക്ക് വിശ്വസനീയമായ ഒരു മുഅദ്ദിൻ്റെ ബാങ്കിലൂടെ നോമ്പ് തുറക്കാം. അവിടെ അനുവദനീയമാണ്. അവിടെ നോമ്പിന് ഉളരിപ്പിക്കൽ അനുവദനീയമാണ്. സുന്നത്തുള്ളത് സൂര്യാസ്തമയം ഉറപ്പായി എന്ന് ബോധ്യമായാലാണ് നോമ്പ് തുറക്കൽ ഉടനെയാക്കൽ സുന്നത്തുള്ളത്. അല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ അതിനു മുമ്പ് നോമ്പ് തുറക്കുന്നത് ചിലപ്പോൾ ബാത്തിലായേക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നോമ്പ് തുറക്കുന്ന സമയത്ത് പലരും ബാങ്ക് കൊടുക്കുമ്പോഴാണ് നോമ്പ് തുറക്കുന്നത്. ബാങ്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ജവാബുകൾ കൊടുക്കാൻ ശ്രമിക്കണം. സൂര്യാസ്തമയം ഉറപ്പായതിനു ശേഷമാണ് ബാങ്ക് കൊടുക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ ഒരു ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു കാരക്ക നമ്മൾ തിന്നുകൊണ്ട് അതിന് ശേഷം ജവാബ് പൂർണ്ണമായി ബാങ്കിൻ്റെ ജവാബ് കൊടുക്കാൻ ശ്രമിക്കണം. ബാങ്കിൻ്റെ ജവാബും കൂടെ കൊടുത്തതിന് ശേഷമാകണം ബാക്കിയുള്ളത് കഴിക്കൽ. ഇപ്പോൾ എന്താണ്? ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരമാണ്. മിണ്ടാതെ ശ്രദ്ധിച്ചിരുന്ന ആളുകൾ ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുന്നു. പറ്റില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല. മരണപ്പെടുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ ആരും സംസാരിക്കരുത്. ബാങ്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ മുൻഗാമികളായ അവിശ്വാസികൾ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുള്ള ചില അവിശ്വാസികൾ, അവർ മഗ്രിബ് ബാങ്ക് എന്നല്ല മറ്റ് ബാങ്കൊന്നും കൊടുക്കുമ്പോൾ അവർ സംസാരിക്കില്ല. പണികൾ സ്റ്റോപ്പ് ചെയ്യും ആ സമയത്ത്. എന്തുകൊണ്ടാണ്? അത് വിശ്വാസികൾ ആ സമയത്ത് വളരെ ആദരപൂർവ്വം കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് മുൻഗാമികൾക്ക്. ഇപ്പം അതൊക്കെ പോയി നമ്മൾ തന്നെ സംസാരിക്കാണ് അല്ലേ? അത് പറ്റൂല. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കരുത്. ഒരു ചെറിയ സംസാരം പറ്റൂല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമല്ലാതെ ഒരിക്കലും സംസാരിക്കരുത്. സുബ്ഹാനല്ലാഹ്, നോമ്പിന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഇനി ചില സുന്നത്തുകളും കൂടി ഞാൻ പരിചയപ്പെടുത്താം. കേട്ടോളിയേ. നമ്പർ 1, നോമ്പിൻ്റെ ചില സുന്നത്തുകളാണ് പറയുന്നത്. 1, അത്തസഹുർ. തസഹുർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? അത്തായം കഴിക്കുക എന്നാണ്. അത് നോമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അത്തായം കഴിക്കണം. നമ്മൾ രാത്രി നല്ല ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പിന്നെ എന്തിനാ അത്തായം കഴിക്കുന്നത്? അത്തായം കഴിക്കൽ സുന്നത്താണ്. അത് നമ്മളെ വിശപ്പ്, ദാഹം മാറ്റുകയും മാത്രമല്ല, അതിൽ നമുക്ക് പകൽ വരെ ക്ഷീണമില്ലാതെ രാത്രി സൂര്യാസ്തമയം വരെ ക്ഷീണമില്ലാതിരിക്കുക എന്നത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും കൂടിയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തസഹറു, നിങ്ങൾ എന്താകണം? അത്തായം കഴിക്കണം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഫഇന്ന സുഹൂറ ബറക, അത്തായത്തിൽ എന്തുണ്ട്? അതിൽ ബറക്കത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. രണ്ടാമത്തതോ, അത്തായ സമയം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു അല്പസമയം ബാക്കിയാക്കേണ്ടതുണ്ട്. അത്തായത്തിന് ശേഷം കുറച്ച് സമയം ബാക്കിയാക്കണം. ഒരു 50 ആയത്ത് ഓതാനുള്ളൊരു സമയം, ഒരു 20 മിനിറ്റ്. അപ്പോൾ 20 മിനിറ്റിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പെങ്കിലും അത്തായം നമ്മൾ കഴിക്കേണ്ടതുണ്ട്. അത്തായം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരല്പസമയം ബാക്കി വെക്കണം. മൂന്നാമത്തതോ, അൽ ഉസ്ലു അനിൽ ഹദസിൽ അക്ബരി ഖബലുൽ ഫജർ. വലിയ ശുദ്ധിക്കാരാണെങ്കിൽ അത് പിന്നെ റമളാനിൽ സുബഹിൻ്റെ മുമ്പ് കുളിക്കണം. രാത്രിയിൽ പൊതുവെ കുളിക്കൽ നോമ്പുകാർക്ക് സുന്നത്താണ്. അത്തയ്യുബ് വഖ്ത സഹർ, അത്തായ സമയത്ത് സുഗന്ധം പൂശ. പകലിൽ പറ്റൂല,
അത്താഴ സമയത്ത് പറ്റും. ഇനി പകൽ സമയത്ത് സുർമയിടലും സുഗന്ധം പൂശലും ഉപേക്ഷിക്കാൻ മറ്റൊരു സുന്നത്താണ്. ആറാമത്തത്, ഹറാമിന് തൊട്ട് ശരീരം മാറ്റി നിർത്താം. ആരെങ്കിലും ചീത്ത പറയണം, അത് പറ്റൂല. റമളാൻ അല്ലാത്ത സമയത്ത് തന്നെ ചീത്ത പറയാൻ പാടില്ല, പിന്നല്ലേ റമളാനിൽ ചീത്ത പറയാൻ പാടില്ല. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മോട് ചീത്ത പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ഇനി സ്വായിമിനെന്ന് നല്ല മറുപടി പറയണം. പിന്നെ മോശപ്പെട്ട പ്രവൃത്തികളിൽ നിന്നും, അതുപോലെ ഹറാമും ഹലാലും എന്ന് ഉറപ്പില്ലാത്ത പ്രവൃത്തിയിൽ നിന്നും, വികാരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. റമളാനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൂടുതൽ ഖുർആൻ ഓതുകയും സദഖ വർദ്ധിപ്പിക്കുകയും ഇഅ്തികാഫ് ഇരിക്കുകയും ചെയ്യുക. ഇതൊക്കെ റമളാനിൽ പ്രത്യേക സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്, അത് ഓരോന്നും നമുക്ക് വിശദീകരിക്കാനുണ്ട്. പിന്നെ സമയമായാൽ ഉറപ്പായാൽ ഉടനെ നോമ്പ് തുറക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, നോമ്പ് തുറക്കുന്നത് തന്നെ എന്തുകൊണ്ടായിരിക്കാം? കാരക്ക കൊണ്ടായിരിക്കാം. കാരക്ക ഉണങ്ങിയത് ഉണ്ടെങ്കിൽ അതാകാം, ഇല്ലെങ്കിൽ പച്ച കൊണ്ടാകാം, അതുമില്ലെങ്കിൽ പിന്നെന്തുകൊണ്ട് വെള്ളം കൊണ്ടാകാം. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് കൂടലാണ് നല്ലത്. നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകമായി ദിക്ർ ചൊല്ലുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് പറയുക. ഇത് പ്രത്യേക സുന്നത്താണ്. ഇത് നോമ്പ് തുറന്നതിന് ശേഷമാണ് ചൊല്ലേണ്ടത്. നോമ്പ് തുറന്ന ഉടനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ കാരക്ക കഴിച്ച് ശേഷമാണ് ഇത് ചൊല്ലേണ്ടത്. പിന്നെ പലർക്കും അറിയാത്തൊന്നുണ്ട്, എന്നതും കൂടെ പറയൽ പ്രത്യേക സുന്നത്തുണ്ട് നോമ്പ് തുറന്നതിന് ശേഷം. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സുന്നത്തിന് ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മാസമാകുന്ന റമളാൻ മാസത്തിൽ അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളായ സ്വായിമീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി